കണ്ണൂരിലും കനത്ത മഴ. ആറളം വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പ്രദേശത്തെ 50ഓളം വീടുകളിൽ വെള്ളം കയറി. മേഖലയിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പഴശ്ശി അണക്കെട്ടിന്റെ 14 ഷട്ടറുകൾ ഉയർത്തി. കണ്ണൂർ കക്കുവപ്പുഴ കരകവിഞ്ഞു. ബാവലിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. മുണ്ടയാംപറമ്പ് നടുക്കുനിയിൽ 7 വീട്ടുകാരെയും ആറളം ഫാം ബ്ലോക്ക് 13-ൽ 5 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചു. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ. വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇടയിലാണ് മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്ന വിവരം തന്നെയാണ് പുറത്തുവരുന്നത്. ഇതിനിടയിൽ ആറളം വനമേഖലയിൽ ഉരുൾപൊട്ടിയതൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം കക്കുവ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ പ്രദേശത്ത് ആറളം പുനരധിവാസ മേഖലയിൽ ഏതാണ്ട് 50ഓളം വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ ഭാഗത്തെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാവലി പുഴയിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വിവിധ ഭാഗങ്ങളിലായി നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും അംഗനവാടിയിലേക്ക് ഉൾപ്പെടെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 9 മണിയോടുകൂടി പുഴയിലെ വെള്ളം അല്പം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം മലയോര മേഖലയിൽ അല്പം മഴയ്ക്കൊരു ശമനം വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പുഴയിലെ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങിയതൊരു ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ പോലും ഈ വനത്തിൽ ഉരുൾപൊട്ടിയതെന്ന സംശയം നിലനിൽക്കുന്നത് ആശങ്കയായിട്ട് നിലനിൽക്കുകയാണ്. അനുനന്ദ.